ലാസ്റ്റ് ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ, നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, അതായത് ഒരു ഫംഗ്ഷനെ ബേസിക് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള രീതികൾ, മെത്തേഡ്സ്, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് ചെയ്യും, കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം. കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ്, ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ ഓഫ് കോസ് എ എക്സ് ഡി എക്സ്, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫോം ഉപയോഗിച്ച്, സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പിന്നെ ഒരു ഫംഗ്ഷനെ മാത്തമാറ്റിക്കലി ഒരു ഫംഗ്ഷനെ എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ആ പ്രോസസ്സ് അതിൻ്റെ മീനിങ് അല്ല, അതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, വാട്ട് ടു ഡു ഇഫ് യു വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് എ ഫംഗ്ഷൻ. നിങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് വേ, ആ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണോ അത് കിട്ടുക, അതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് മനസ്സിലാക്കി അത് ബേസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് പഠിച്ചത്. ഇത് നമ്മൾ സിലബസിൽ ഇൻ്റഗ്രേഷൻ്റെ ചോദ്യമൊന്നും നിങ്ങളോട് ചോദിക്കില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ തറവായിരിക്കണം, ഡിഫറൻഷിയേഷൻ പഠിച്ചതുപോലെ തന്നെ. ഇനി ഇന്ന് അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഡിഫറൻഷിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ജോമെട്രിക്കൽ ആയിട്ടുള്ള മീനിങ് പഠിച്ചു. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഡു ഈസ് വി ആർ ഡിറൈവിങ് ആൻ ഇക്വേഷൻ ഫോർ ദി സ്ലോപ്പ് ഓഫ് ദി ഫംഗ്ഷൻ. ആ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്ത് ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന ആ ഗ്രാഫിലെ ഏതൊരു പോയിന്റിലുള്ള ആ ഗ്രാഫിന്റെ അല്ലെങ്കിൽ ആ കർവിന്റെ സ്ലോപ്പിന് ഉള്ള ഇക്വേഷനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുക. ഈ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പ് കണ്ടെത്താനുള്ള സ്ലോപ്പ് കാണുക എന്നുള്ളതാണ് ജിയോമെട്രിക്കലി ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതോടൊപ്പം റേറ്റ് ഓഫ് ചേഞ്ച്, ആ ഫംഗ്ഷൻ സമയത്തിനനുസരിച്ച് എന്തിനനുസരിച്ചാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു, മാറ്റം വരുന്നു. ഫംഗ്ഷൻ എക്സിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് മാറുന്നതിനനുസരിച്ച് എത്രത്തോളമാണ് ഈ ഫംഗ്ഷന്റെ വാല്യൂവിന് മാറ്റം വരിക എന്നുള്ളത് പറഞ്ഞു തരുന്ന ഒരാളാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്, ഫംഗ്ഷനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്. സിമിലർലി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ എന്താണ് അവിടെ ജിയോമെട്രിക്കലി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? ആൻസർ ഈസ് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. നമ്മൾ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനെ നേരത്തെ പോലെ നമുക്കൊരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ എക്സിന്റെ ഡിഫറെന്റ് വാല്യൂസിന് എക്സ് ഓഫ് എക്സിന്റെ വാല്യൂവും കിട്ടിയാൽ രണ്ടും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാം, എക്സ് വൈ ആക്സിസ് വെച്ച്. അങ്ങനെ വരച്ച ഗ്രാഫിന്റെയും എക്സ് ആക്സിസിന്റെയും, നമ്മൾ എക്സിലാണ് ഫംഗ്ഷൻ എങ്കിൽ ടൈമിലാണെങ്കിൽ ടൈം ആക്സിസ്, എഫ് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് എഴുതുന്നതെങ്കിൽ ടൈം ആക്സിസ്, ആ ആക്സിസും ഈ ഫംഗ്ഷനിന്റെ ഗ്രാഫും തമ്മിൽ ഇടയിൽ വരുന്ന ഏരിയ കാണുക എന്നുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ഒരു മീനിങ് അങ്ങനെ ഒരു മീനിങ് ഇന്റഗ്രേഷൻ ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ഏരിയ അണ്ടർ എ കർവ്. ഏത് കർവ്? ദ കർവ് വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ഫംഗ്ഷൻ. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ ഫംഗ്ഷൻ ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന കർവ്, അതാണ് ആ കർവ് എന്ന് പറയുന്നത്. ആ കർവിന്റെ അണ്ടറിലുള്ള എക്സ് ആക്സിസിന്റെ അല്ലെങ്കിൽ ടൈം ആക്സിസിന്റെ ഉള്ളിലുള്ള ഏരിയ കാണുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് ചെയ്തത് ഈ പ്രോബ്ലം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ്. 5 ക്വസ്റ്റ്യൻസ്, 5 ഫംഗ്ഷൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതിൽ നിന്ന് തന്നെ ഇന്റഗ്രേഷൻ ഇതുമായി ഈ സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഇതിപ്പോ ഈ ഫോമിലുള്ള ഏത് ഫംഗ്ഷൻ വന്നാലും നിങ്ങൾക്കിപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയണം. നിങ്ങളത് പഠിക്കണം. ദീസ് ആർ ദി സ്റ്റാൻഡേർഡ് ഫോംസ്. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോംസിൽ പ്രധാനപ്പെട്ട 3 ഇനി ലോഗ് എക്സിന്റെ ഒരു ഫോം കൂടി പഠിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനി നമ്മൾ ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്. സോ ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്? ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്. അപ്പൊ എഫ് ഓഫ് എക്സ് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ടൈമിനനുസരിച്ച് മാറുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് എഴുതും. ഇതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എഫ് ഇൻറ്റു എക്സ് എന്നല്ല,
എഫ് ഇൻറ്റു എക്സ് എന്നല്ല, എഫ് ഓഫ് എക്സ് എന്നാണ്. കുറച്ച് താഴ്ത്തിയാണ് എഴുതേണ്ടിയിരുന്നത്. എഫ് ബ്രാക്കറ്റിൽ എക്സ് ഇട്ടാൽ ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വേരീസ് വിത്ത് എക്സ്. അതാണല്ലോ എഫ് ഓഫ് എക്സ് എക്സിലുള്ള ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ എക്സിന്റെ വില മാറുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വില മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ്. Then if you integrate f of x between two values of x, say x1 to x2, അപ്പൊ എക്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എക്സിന്റെ രണ്ട് വാല്യൂസ് എടുക്കുക. x1 എന്ന് പറയുന്ന ഒരു വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 1 ടു എക്സ് ഇസ് ഈക്വൽ ടു 10. ഇങ്ങനെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് എക്സിന് എടുക്കുക. ആ രണ്ട് വാല്യൂസിന്റെ ഇടയിലാണ് ഇവിടെ ഇന്റഗ്രേഷൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇന്റഗ്രേഷൻ. നേരത്തെ പറയുന്നതിന് എക്സിന് അങ്ങനെ ലിമിറ്റ് ഒന്നും വെച്ചിരുന്നില്ല, ഇന്ന മുതൽ ഇന്ന വരെ എന്ന് പറഞ്ഞിരുന്നില്ല. ജനറൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ പറയുന്നത് ഇത്തരം നേരത്തെ പറഞ്ഞ ഇന്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്നാണ് പറയുക. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് അല്ല, എവിടെ നിന്ന് എവിടം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അത് നമ്മൾ എക്സിന് വാല്യൂസ് കൊടുത്തിട്ട് പിന്നീട് ചെയ്യണം. നമ്മൾ ഇന്റഗ്രേഷൻ എന്നുള്ള ബേസിക് പ്രോസസ് മാത്രമാണ് പറഞ്ഞത്. ഇനി മുതൽ ഇവിടെ മുതൽ നമ്മൾ ഇന്റഗ്രേഷൻ ഫ്രം വൺ വാല്യൂ ഓഫ് എക്സ് ടു വൺ വാല്യൂ ഓഫ് എക്സ്. ടൈമിലാണെങ്കിൽ ഇന്റഗ്രേഷൻ ഫ്രം സം T1 ടു T2, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ് അതിന് പറയുക. ഇവിടെ നമ്മൾ ഏത് മുതൽ ഏത് എക്സിന്റെ ഏത് വാല്യൂ മുതൽ ഏത് വാല്യൂ വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പൊ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു x1 ടു എക്സ് ഇസ് ഈക്വൽ ടു x2. The result will be the area under the graph f of x and x-axis from x equal to x1 to x equal to x2. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എവിടെ നിന്ന് എവിടെ വരെയാന്ന് പറയണം. x1 ടു x2 വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫില് എക്സ് ഇസ് ഈക്വൽ ടു x1 എന്ന എക്സ് ആക്സിസ് ഉള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നേരെ വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരച്ച് ആ ഗ്രാഫിൽ മീറ്റ് ചെയ്യുക. പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു x2 നിന്നും അതുപോലെ ഒരു ലൈൻ വരച്ച് ആ ഗ്രാഫിൽ മീറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഏരിയ വരും. ആ ഏരിയയാണ് ഈ ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് എന്നാണ് ഈ പറഞ്ഞത്. സോ ഇന്റഗ്രേഷൻ ഫ്രം വൺ വാല്യൂ ഓഫ് ദി വേരിയബിൾ ടു അനദർ വാല്യൂ ഓഫ് ദി വേരിയബിൾ വിൽ ഗിവ് യു ദി ഏരിയ അണ്ടർ ദാറ്റ് കർവ് ഫ്രം ദാറ്റ് x1 ടു ദാറ്റ് x2. ഇതാണ് സപ്പോസ് ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഞാൻ വെറുതെ വരച്ചൊരു ഫിഗർ ആണ്. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ ആ ഗ്രാഫിൽ എക്സിന് വ്യത്യസ്ത വാല്യൂസ് എടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കണ്ടു. അങ്ങനെ പോയിന്റ് ഇട്ട് വരച്ചതാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ എഫ് ഓഫ് എക്സിന്റെ പ്ലോട്ടാണ്, ഗ്രാഫായിട്ട് വരച്ചതാണ്. എഫ് ഓഫ് എക്സ് എക്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിന്റെ x1 x2 രണ്ട് വാല്യൂസ് ഇതാണ്. x1 എന്ന് പറയുമ്പോൾ ഈ എ ഇവിടെയാണ് മീറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. x1 നിന്നുള്ള ലൈൻ വരച്ചാൽ അത് എഫ് ഓഫ് എക്സിൽ മീറ്റ് ചെയ്യും. അപ്പോ ഈ x1 എന്ന് പറയുന്നത് മുതൽ x2 എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂ വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാ നോക്കൂ, ഏത് ഏരിയ ആണ്? എയിലാണ് ഈ x1 കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ, x2 കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ x1 എ ബി x2 എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, x1 നിന്ന് നേരെ പോയി എയിൽ നിന്ന് ഈ കർവ് വഴി പോയി ബിയിൽ നിന്ന് നേരെ വന്ന് x2, x2 നിന്ന് കൊണ്ട് x1, ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് ഈ ഏരിയയാണ് നമ്മൾ ഈ x1 ടു x2 ഈ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത്. So if you want to find the area of f of x, area under the graph of f of x from x is equal to x1 to x is equal to x2, you have to integrate the f of x from x is equal to x1 to x is equal to x2. x1 മുതൽ x2 വരെ f of xനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് x1 മുതൽ x2 വരെയുള്ള ഭാഗത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഗ്രാഫായിട്ട് വരച്ചാൽ ആ x1 ടു x2 വരെയുള്ള എക്സ് ആക്സിസിന്റെ ഭാഗവും ആ ഗ്രാഫും തമ്മിൽ അതിന്റെ ഉള്ളിൽ വരുന്ന ഏരിയ ആണ്. അതാണ് x1, ഇതാണ് x2. x1 മുതൽ x2 വരെയുള്ള എഫ് ഓഫ് എക്സ് എന്നുള്ള ഈ ഗ്രാഫിന്റെ ഈ എ ബി എന്ന് പറയുന്ന ഈ ഗ്രാഫിന്റെ എ ബി എന്ന് പറയുന്ന ഈ സെക്ഷനും എക്സ് ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആ ഏരിയ ആണ് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. സോ ബേസിക്കലി ഇന്റഗ്രേഷൻ വിൽ ഗിവ് യു ദി ഏരിയ അണ്ടർ എ കർവ്. ഓക്കെ, ദിസ് ഈസ് ദി ജിയോമെട്രിക്കൽ മീനിങ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. നോട്ടിലേക്ക് പകർത്തി എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. പക്ഷെ ഇന്റഗ്രേഷൻ എന്താണ്, ഡിഫറൻഷിയേഷൻ സ്ലോപ്പ് ആണെന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഇനി നിങ്ങൾക്ക് ഏരിയ അണ്ടർ എ കർവ്, നിങ്ങൾക്ക് ഫിസിക്സിൽ പലപ്പോഴും ഏരിയ അണ്ടർ എ കർവ് ആവശ്യം വരും. നിങ്ങൾക്ക് ഇതിനകം തന്നെ അത് ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ സിമ്പിൾ ഏരിയ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കർവിന് പകരം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏരിയ കാണാം. കാരണം എന്താണ്, ഈസി ആയിട്ട് കാണാം. ട്രയാങ്കിൾസും റെക്ടാങ്കിൾസും ആയിട്ട് തിരിച്ചിട്ട് ഏരിയ കാണാൻ പറ്റും.
നമുക്ക് ഫിസിക്സിൽ എപ്പോഴും ഏരിയ കാണേണ്ട ആവശ്യം വരും. നിങ്ങൾ തന്നെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക തന്നെ വഴിയുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. So whatever be the shape, integration is valid everywhere. It will give you the area. അപ്പൊ അവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിനെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞത് വെലോസിറ്റി ആണ്. What does that mean? If you integrate acceleration function representing acceleration, ആ ഫംഗ്ഷനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി വെലോസിറ്റി. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എപ്പോഴും നമുക്ക് ഫിസിക്സിൽ ആവശ്യം വരുന്ന സാധനമാണ്. അതുകൊണ്ട് ഇന്റഗ്രേഷൻ എപ്പോഴും നമുക്ക് ആവശ്യം വരും. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ, ജസ്റ്റ് ലൈക്ക് ഡിഫറൻഷിയേഷൻ. അപ്പൊ ഏരിയയാണ് കിട്ടുക. ഇനി നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഇടയിൽ x1ന്റെ x2ന്റെ ഇടയിൽ ഒരു ചെറിയ റീജിയൻ ഞാൻ എടുത്തു. xi എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഞാനൊരു ചെറിയ വിടുത്ത് xiന്റെ ചുറ്റുമായിട്ട് dx വിടുത്തുള്ള ഒരു ചെറിയ ഭാഗം ഞാൻ എടുത്തു. ആ ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഐ ആണ്. ഈ സമയത്ത് എക്സിന്റെ വാല്യൂ എക്സ് ഐ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഐ ആവും. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ഐ. അപ്പൊ ഈ ഹൈറ്റ് ആണ് എഫ് ഓഫ് എക്സ് ഐ. ഈ ചെറിയ ഇൻഫിനിറ്റിസിമലി സ്മാൾ വിടുത്ത് എടുക്കാൻ കാരണം ഈ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ, ഈ ചെറിയ വിടുത്തിന്റെ ഉള്ളിൽ, സമയമല്ല, ഈ ചെറിയ എക്സിന്റെ വാല്യൂ എക്സ് ഐ മുതൽ എക്സ് ഐ പ്ലസ് ഡി എക്സ് വരെ ആകുന്ന ആ ഒരു ചെറിയ എക്സിന്റെ വാല്യൂവിന്റെ ഉള്ളിൽ വി അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് ഐ ഈസ് കോൺസ്റ്റന്റ്. ഈ ചെറുത് ഇത് വലുതാക്കി വരച്ചതാണ്. ഇൻഫിനിറ്റിസിമലി സ്മാൾ വിടുത്താണ് എടുക്കേണ്ടത്. അതിന്റെ ഉള്ളിൽ ഈ എഫ് ഓഫ് എക്സ് ഐ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് ഈ ഡി എക്സ് ഇൻഫിനിറ്റിസിമലി സ്മാൾ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ശരിക്കും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ സമയത്ത് ഏരിയ കാണാൻ ആ ചെറിയ പാച്ചിന്റെ, ആ ചെറിയ സെക്ഷന്റെ ഏരിയ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഇത്രയും ഹൈറ്റ് ആണ്. ഇതാണ് എഫ് ഓഫ് എക്സ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഹൈറ്റ് ആണ് എഫ് ഓഫ് എക്സ് ഐ ഇൻറ്റു ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും ഏരിയ. അങ്ങനെയുള്ള എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് ഓരോ പോയിന്റിലത്തെയും ഏരിയ എക്സ് ഐ എന്ന് പറയുന്നത് x1 മുതൽ x2 വരെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ വാട്ട് യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ഏരിയ. അപ്പൊ അതാണ് ഇന്റഗ്രേഷനിൽ നടക്കുന്ന പ്രോസസ്സ്. ഡിഫറൻഷിയേഷനിൽ സ്ലോപ്പ് കാണാന്ന് പറഞ്ഞതുപോലെ ഇന്റഗ്രേഷനിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. നമ്മൾ ഒരു വലിയ ഏരിയ ടു ബി ഈ ഗ്രാഫിന്റെ x1 to x2 വരെയുള്ള ഏരിയ കാണണമെങ്കിൽ x1 to x2 വരെയുള്ള റീജിയനെ നമ്മൾ ഡി എക്സ് വിടുത്തുള്ള ഇൻഫിനിറ്റിസിമലി സ്മാൾ വിടുത്തുള്ള ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് സെക്ഷൻസ് ആക്കി തിരിക്കുക. എങ്ങനെ? ഇൻഫിനിറ്റിസിമൽ വിടുത്ത്, ഇൻഫിനിറ്റിസിമലി സ്മാൾ വിടുത്ത്, വളരെ ചെറിയ വിടുത്ത്, മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയ വിടുത്തുള്ള ലാർജ് നമ്പർ ഓഫ്, ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് സെക്ഷൻസ് ആയിട്ട് മാറ്റുക. എന്നിട്ട് ഓരോ സെക്ഷന്റെയും ഏരിയ കാണാം. അതെന്താണ്? ആ പോയിന്റിലുള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണോ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും അത്. അടുത്ത പോയിന്റിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണോ ഇൻറ്റു ഡി എക്സ് ആണ് അടുത്തതിന്റെ ഏരിയ. അങ്ങനെ കുറെ എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു പ്ലസ് എഫ് ഓഫ് എക്സ് ത്രീ പ്ലസ് എഫ് ഓഫ് എക്സ് ഫോർ അങ്ങനെ പോയി ഓൾ ഇൻറ്റു ഡി എക്സ് വരും. ആ സമ്മേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇന്റഗ്രേഷൻ എന്ന് പറയും. ആ സമ്മേഷൻ ചെയ്യുന്നതിന്റെ പ്രാക്ടിക്കൽ വേ ആണ് ഇന്റഗ്രേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെക്ഷൻസ് ആക്കിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്താൽ, നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഒരു വഴി അതാണ്. ചെറിയ ലാർജ് നമ്പർ ഓഫ് 1000 1 lakh 1 crore സെക്ഷൻസ് ആക്കി മാറ്റും, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സമയത്തും എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഉള്ള ഫംഗ്ഷൻ നമുക്കറിയാലോ. എഫ് ഓഫ് എക്സ് പിന്നെ എക്സ് സ്ക്വയർ ആണെങ്കിൽ, ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് അല്ല കേട്ടോ, എക്സ് സ്ക്വയർ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x1 എന്ന് പറയുന്നത് 1 to 10 ആണെന്നുണ്ടെങ്കിൽ ആദ്യം 1 എഫ് ഓഫ് എക്സ് 1, അപ്പൊ 1 എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ഇൻറ്റു ഡി എക്സ് നമ്മൾ 0.0001 എടുക്കും. 0001 എടുത്തിട്ട് നമ്മൾ അങ്ങനെ 10 വരെ എത്തുമ്പോൾ കുറേ ഡിവിഷൻസ് ആവുമല്ലോ. ആ കുറെ സെക്ഷൻസ് ഉണ്ടാവുമല്ലോ. ആ സെക്ഷൻസിലൊക്കെ ഉള്ള എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇട്ടിട്ട് ഇൻറ്റു ആ സെക്ഷന്റെ ആ വിടുത്ത് എത്രയാണ് 0.001 ആണെങ്കിൽ 0.001 ചെയ്ത് സം ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് ദി ഏരിയ. ആ 0.001 എന്നുള്ളത് വീണ്ടും 0.00001 ആക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മോർ എക്സാക്ട് ഏരിയ. നമുക്ക് എത്രത്തോളം ആക്യുറസി വേണം അത്രത്തോളം ഇതിന്റെ വിടുത്ത് ചെറുതാക്കാം. എന്നിട്ട് സം ചെയ്യുക എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ എന്ന പ്രോസസ്സിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ പല ഫംഗ്ഷന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമെങ്കിൽ, ഇന്റഗ്രൽ അറിയുമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഇഫ് യു നോ എ ഫംഗ്ഷൻ വിച്ച് വെൻ ഡിഫറൻഷിയേറ്റഡ് വിൽ ഗിവ് യു ദിസ് ഫംഗ്ഷൻ. ഇപ്പൊ എക്സ് സ്ക്വയർ എന്ന ഉത്തരം കിട്ടുന്നത് ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഫംഗ്ഷനാണ് ഇന്റഗ്രേഷന്റെ റിസൾട്ട് ആയിട്ട് വരിക. അപ്പൊ എക്സ് സ്ക്വയറിനെ കിട്ടണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ ആ ഫംഗ്ഷൻ x³ by 3 ആയിരിക്കണമെന്ന് നമുക്കറിയാം.
എക്സ് ക്യൂബ് ബൈ 3നെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് ബൈ 3നെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്തതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് ക്യൂബ് ബൈ 3 ആണ് കിട്ടുക. അപ്പൊ എക്സ് ക്യൂബ് ബൈ 3 എന്ന റിസൾട്ടിൽ x1 x2 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാണ് ഒരു ഇന്റഗ്രേഷൻ ചെയ്ത റിസൾട്ടിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇനി തുടർന്ന് നമ്മൾ പറയും. അപ്പൊ ജോമെട്രിക്കൽ മീനിങ് എല്ലാവരും മനസ്സിലാക്കണം. ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ടു ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി കർവ് റെപ്രസെന്റിങ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവിന്റെ ഏരിയ കാണും. ഇതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് ഇടൂല. കാരണം ഇന്റഗ്രേഷൻ ഈ സം ഓഫ് ആൻ ഏരിയ. അപ്പൊ ആ ഏരിയയുടെ സം ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് ചെയ്യണം. അപ്പോഴേ ഈ ചെറിയ ഏരിയ വരുള്ളൂ. അപ്പൊ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി, അല്ലെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് യു ഡി യു, അങ്ങനെയാണ് എഴുതുക. അത് എഴുതാനുള്ള കാരണം ഇതാണ്. What is integration? Integration is the process of finding area under graph. How will you find the area? You have to divide this area into infinite number of infinitesimally small areas. And the magnitude of each area, the amount of each area is the value of the function f of x into the width of that x, that is dx. അപ്പോൾ f of x into dx. അതിന്റെ സമ്മേഷൻ കാണിക്കാനാണ് ഇന്റഗ്രൽ ചിഹ്നം. അപ്പൊ ആ ഇന്റഗ്രൽ സിമ്പിൾ ഇട്ടിട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുത്താൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജോമെട്രിക്കൽ പ്രോസസ്സിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡി എക്സ് വിടുത്തുള്ള ചെറിയ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഏരിയാസ് ആക്കി x1 മുതൽ x2 വരെയുള്ള ഈ ഗ്രാഫിനെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഓരോ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് സം ചെയ്യണം. ആ ഒരു ഏരിയ, ഒരു സാമ്പിൾ ഏരിയയാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ ഇസ് എ സം ഓഫ് ഏരിയ. അപ്പൊ കർവിന്റെ ഏരിയ കാണണമെങ്കിൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഇൻടു ആ എക്സ് ആക്സിസിൽ വരുന്ന എന്താണ്. എക്സിൽ ടൈം ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എഫ് ഓഫ് ടി ഇൻടു ഡി ടി. എക്സിൽ നമ്മൾ എക്സ് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൊസിഷനോ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻടു ഡി എക്സ്. അതുപോലെ ഏതിലും. അപ്പൊ അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രീതിയിൽ എപ്പോഴും ഇന്റഗ്രേഷന്റെ സിമ്പലിന്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നത്. പല ആളുകൾക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും, എന്തിനാ ഈ ഡി എക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, എന്തിനാ ഈ ഡി എക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതുവരെ അത് വ്യക്തമായിരുന്നില്ല. നൗ ഇറ്റ് ഈസ് ക്ലിയർ why you place a dx there. f of x dx അല്ലെങ്കിൽ x square ഇന്റഗ്രൽ x square എന്ന് ഒരിക്കലും എഴുതൂല. you will write it as integral x square dx. ഇതാണ് റീസൺ. you will write it as integral x dx or you can integrate integral dx. അപ്പൊ എന്താണ് അവിടെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ് അവിടെയും. എഫ് ഓഫ് എക്സ് എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു ഡി എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സൈൻ ഓഫ് എക്സ് ഡി എക്സ്, ഫംഗ്ഷന്റെ വാല്യൂ സൈൻ എക്സ് ആണ്. ഇൻറ്റു ഈ ഡി എക്സ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷന്റെ അടിയിൽ ഒരു ചെറിയ ഏരിയ കിട്ടും. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആ മൊത്തം ഏരിയ നമുക്ക് കിട്ടും. നമ്മൾ അതിങ്ങനെ ആഡ് ചെയ്തെടുക്കൂല, പകരം നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷന്റെ ജോമെട്രിക്കൽ മീനിങ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി അവെയർ ദാറ്റ്, യു ഷുഡ് നോ ദാറ്റ് why doing integration means finding area under a curve. Doing differentiation means finding the slope of a curve. That you should remember. Okay. അപ്പൊ ഇനി നമ്മൾ ഈ വരച്ച ഞാനിങ്ങനെ ജസ്റ്റ് ഒരു യെല്ലോ ലൈൻസ് വരച്ചത് ആ ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മനസ്സിലായി കാണുമല്ലോ. ഇനി ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എഫ് ഓഫ് എക്സ് ഐ ഡി എക്സ് ഈസ് ദി ഏരിയ ഓഫ് സ്മാൾ സെക്ഷൻ ഓഫ് വിഡ്ത്ത് ഡി എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ. ഇഫ് വി ഡിവൈഡ് ദി ഏരിയ അണ്ടർ ദി കർവ് ഫ്രം x1 to x2 into infinitely large number n of such section, each with width dx, sum of areas of all such sections will give the area x1 a b x2 ആണ് ഈ പറഞ്ഞ ഷേപ്പ്. ഈ യെല്ലോ ലൈൻസ് വെച്ച് മാർക്ക് ചെയ്ത ഭാഗം. ആസ് n become infinite you will get the exact area. ശരിയാണല്ലോ. n infinite ആയാൽ you will get dx, അപ്പൊ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും, you will get the exact area. This is the process involved in integration. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്റഗ്രേഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ x1 to x2 f of x dx is the area x1 a b x2. ഈ ഏരിയ ആണ് ഇന്റഗ്രൽ x1 to x2. Now here there is a limit. ഇതുവരെ നിങ്ങൾ ചെയ്ത ഇന്റഗ്രേഷനിൽ ഇന്റഗ്രൽ സിമ്പിൾ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x1 to x2 എന്ന് എഴുതി കഴിഞ്ഞാൽ you will get the area. ഓക്കെ, x1 മുതൽ x12 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ, x1 മുതൽ x2 വരെയുള്ള ഈ കർവിന്റെ ഭാഗം, അതായത് എ മുതൽ ബി വരെയുള്ള ഈ കർവിന്റെ ഭാഗവും എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ. ക്ലിയർ ആവും? ഓക്കെ,
ഇങ്ങനെ ലിമിറ്റുകൾ ഇട്ടിട്ടുള്ള ഇന്റഗ്രേഷൻ നമ്മൾ വിളിക്കും ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇത്തരം ഇന്റഗ്രൽസിനെ വിച്ച് ബിയേഴ്സ് ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് പറയും x1നെ, x2നെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയും. റിമെമ്പർ, x1 ഈസ് ദി ലോവർ ലിമിറ്റ്, x2 ഹിയർ ഈസ് ദി അപ്പർ ലിമിറ്റ്. ഇന്റഗ്രൽസ് പറഞ്ഞ മുകളിലിടുന്ന വാല്യൂ എത്രയാണോ അത് അപ്പർ ലിമിറ്റ് ആണ്, അടിയിലാണ് ലോവർ ലിമിറ്റ്. ഇത് മുതൽ ഇതുവരെ, ലോവർ ലിമിറ്റ് മുതൽ അപ്പർ ലിമിറ്റ് വരെയാണ് ഇന്റഗ്രേഷൻ നടത്തുക. ഓക്കെ, സോ ഇന്റഗ്രേഷൻ ഏരിയ ആണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് ആ ഇന്റഗ്രലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഏരിയ ആകുമ്പോൾ ഒരു ഇന്ന എക്സിന്റെ ഇന്ന വാല്യൂ മുതൽ ഇന്ന വാല്യൂ വരെ കവർ ചെയ്യുന്ന ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയണല്ലോ. അല്ലെങ്കിൽ ഇതിനൊരു അർത്ഥമില്ല. ഇത് ഇൻഫിനിറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കർവ് ആണെങ്കിൽ അതിന്റെ ഏരിയ കാണാന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെ എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എന്താണ്? ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ. അതിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ വിൽ ഗെറ്റ് ഫ്രം 0 ടു ദാറ്റ് പാർട്ട് വരെയുള്ള ഏരിയ കിട്ടും. അപ്പോ പിന്നെ x1 ടു x2 f of x dx എന്ന് പറഞ്ഞാൽ ഈ ഏരിയ. ഇനി നമുക്ക് ചെയ്യാം അടുത്ത. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്തൊരു സംശയം ഇതായിരിക്കും, എങ്ങനെയാണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത ഇന്റഗ്രേഷൻ ചെയ്യുക? ഇന്റഗ്രേറ്റ് ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, റിസൾട്ട് എഴുതാൻ അറിയാം. അതിൽ എങ്ങനെയാണ് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക? അതാണ് ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ എങ്ങനെയാണ് ലിമിറ്റ് ഉള്ള ഇന്റഗ്രേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുക? ഹൗ വിൽ യു ഡു എ ഡെഫിനിറ്റ് ഇന്റഗ്രൽ? ഓക്കെ, ഇത് നോട്ടിൽ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാനൊക്കെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് നോട്ടിലേക്ക് എഴുതൊന്നും വേണ്ട. നോട്ടിൽ നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും അത് ഉപയോഗിച്ച് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നും ഇനി എങ്ങനെയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഈ ലിമിറ്റ് ഉള്ള ഇന്റഗ്രേഷൻ നടത്തുക എന്നുമുള്ള കാര്യങ്ങളാണ് നോട്ടിൽ വേണ്ടത്. ഓക്കെ, സോ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നോക്കുക. അപ്പോൾ x1 ടു x2 f of x dx ഇതാണ് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫോം. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. എക്സ് സ്ക്വയർ എന്നോ എക്സ് ക്യൂബ് എന്നോ 5x എന്നോ ഒക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ sin x എന്നോ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആദ്യം നടത്തുക. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാം? സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് ജി ഓഫ് എക്സ് ആണെന്ന് വിചാരിച്ചു, അതിനെ ഞാൻ ജി ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഉദാഹരണത്തിന് ഇത് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണെങ്കിൽ ജി ഓഫ് എക്സിന്റെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണെങ്കിൽ, എക്സ് സ്ക്വയർ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് ക്യൂബ് ബൈ 3. ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 4/4 ആണ്. ഇങ്ങനെയാണ് ഇന്റഗ്രേഷൻ പോവുക. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ഈ ജി ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അപ്പൊ ജി ഓഫ് എക്സ് നിങ്ങൾക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന്? ലിമിറ്റ് അപ്ലൈ ചെയ്തില്ല, ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ജി ഓഫ് എക്സ് ഇങ്ങനെയാണ് എഴുതുക. ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ജി ഓഫ് എക്സ് ഇട്ടിട്ട് താഴെ വലത് റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ താഴ്ഭാഗത്ത് ലോവർ ലിമിറ്റ് എഴുതണം, മുകളിൽ അപ്പർ ലിമിറ്റ് എഴുതണം. ഇത് ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ ഏതാണോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് അതുപോലെ എഴുതണം. എന്നിട്ട് ഇവിടെ ലോവർ ലിമിറ്റും മുകളിൽ അപ്പർ ലിമിറ്റ് എഴുതണം. ഇതിന്റെ ഇങ്ങനെ ഇട്ടാൽ ഇതിന്റെ അർത്ഥം ആദ്യം എക്സിന് x2 വാല്യൂ കൊടുക്കണം. എക്സ് ക്യൂബ് ബൈ 3 ആണെങ്കിൽ x2 ക്യൂബ് ബൈ 3 എന്ന് എഴുതണം. മൈനസ് x1 ആണ് പിന്നെ വരുന്നത്, മൈനസ് ഇടണം. പിന്നെ എക്സിന് x1 കൊടുക്കണം. അപ്പോൾ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വിത്ത് അപ്പർ ലിമിറ്റ് മൈനസ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വിത്ത് ലോവർ ലിമിറ്റ്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഏത് ഫംഗ്ഷനും ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അപ്പർ ലിമിറ്റ് മൈനസ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ലോവർ ലിമിറ്റ്. ആദ്യം അപ്പർ ലിമിറ്റ് ആയ x2 എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പൊ ജി ഓഫ് x2 എന്ന് കിട്ടും. മൈനസ് x1 കൊടുത്താൽ ജി ഓഫ് x1 എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഇതിലേറെ മനസ്സിലാവും. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, നേരത്തെ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിയാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇന്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ ഡി എക്സ്. നോക്കുക, അവിടെ ലിമിറ്റ് വന്നു. ഇന്റഗ്രൽ 1 to 2 എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഞാൻ നേരത്തെ പോലെ എക്സ് സ്ക്വയർ ഡി എക്സ് മാത്രം എഴുതി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ചെയ്തു. അതെല്ലാവർക്കും അറിയാം. ഏതാണ് ഫോം? എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. ആ റിസൾട്ട് ആണ്. അപ്പോ എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 2 + 1 ഡിവൈഡഡ് ബൈ 2 + 1 എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടി. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. യു ക്യാൻ ഡു, യു നോ ഹൗ ടു ഡു ദിസ് ഇന്റഗ്രേഷൻ. അപ്പൊ എക്സ് ക്യൂബ് ബൈ 3 റിസൾട്ട് കിട്ടി. ഇതാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാത്ത ഇന്റഗ്രേഷന്റെ റിസൾട്ട്. ശരിക്കും ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇടണം, എക്സ് ക്യൂബ് ബൈ 3 + c.
ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രേഷൻ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ കാര്യം എന്ന്. ലിമിറ്റ് ഉണ്ടെങ്കിൽ യു നോ ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് 2 പോയിന്റ്സ്. എക്സ് 1 ആകുമ്പോഴുള്ള വാല്യൂ എക്സ് 2 ആകുമ്പോഴുള്ള വാല്യൂ ആണ് ഇവിടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അത്തരം കേസിൽ പിന്നെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആഡ് ചെയ്യേണ്ടതില്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും. അപ്പൊ x³ / 3 ആണ് റിസൾട്ട്. സോറി, അപ്പൊ x³ / 3 കിട്ടി. നോക്കാതെ ഉണ്ടോ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, ലോവർ ലിമിറ്റ് അടിയിൽ എഴുതി, അപ്പർ ലിമിറ്റ് മുകളിൽ എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യാ, ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ എക്സിന് 2 എന്ന് കൊടുക്കണം. എക്സിന് 2 എന്ന് കൊടുത്താൽ ഇതെന്താവും, x³ / 3 x³ / 3 ആണ് നമ്മളെ ഫംഗ്ഷൻ. ഈ 1 ഉം 2 എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ 1 ഉം 2 ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം, അടിയിൽ 1 എഴുതണം, മുകളിൽ 2 എഴുതണം. ദാറ്റ് മീൻസ് you should apply limits to the function x³ / 3. The lower limit is 1 and the upper limit is 2. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് എടുക്കുക, അത് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2³ / 3 എന്നാവും. എന്നിട്ട് മൈനസ് സൈൻ ഇടുക, ഓൾവേസ് മൈനസ്. പിന്നെ ഇനി ഇതിന് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് എത്ര, 1. അപ്പൊ 1³ എന്നാവും. 1³ / 3 എന്നാവും. സോ 2³ / 3 minus 1³ / 3. 2³ എത്ര, 8. 8/3 minus 1/3. 8 minus 1 is 7. So the answer is 7/3. ശരിക്കും നോക്കി മനസ്സിലാക്കണം എങ്ങനെയാണ് ലിമിറ്റ് ഉള്ള ഇന്റഗ്രേഷൻ ചെയ്യുക എന്ന്. ലിമിറ്റ് മൈൻഡ് ചെയ്യാതെ ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് എത്രയാണോ അത് നോക്കുക, ആ ഫംഗ്ഷൻ കാണുക. ആ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം അപ്പർ ലിമിറ്റിന്റെ അതിലെ ഫംഗ്ഷനിൽ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ ഒരു വാല്യൂ കിട്ടും. മൈനസ് ദെൻ ആ ഫംഗ്ഷനിൽ തന്നെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ കിട്ടുന്ന വാല്യൂ. ആ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിൽ നിന്നും ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ കുറക്കുക. ദിസ് ഈസ് ദ റിസൾട്ട് വിൽ ഗിവ് യു ദി ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇന്റഗ്രൽ കിട്ടും. ഇവിടെ അത് 7/3 വന്നത് ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങൾ നോട്ടിൽ എവിടെയെങ്കിലും എഴുതിക്കോളൂ, തുടർച്ചയായിട്ടോ തുടർച്ചയായിട്ട് എഴുതിയാൽ കുഴപ്പമില്ല. ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ഫിസിക്സിൽ ചോദിക്കൂല, മാത്സിൽ പിന്നീട് ചോദിക്കും. പക്ഷേ ഫിസിക്സിൽ ഇത് ആവശ്യമുണ്ട്, എപ്പോഴും ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ ഒരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് ദിസ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു ടു സ്റ്റഡി ഫിസിക്സ് ആൻഡ് മാത്സ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് എക്സാമ്പിൾ. ഈ ഇവാലുവേഷൻ ഓഫ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഈ നോട്ട്, ഈ മുകളിലത്തെ ഈ ഹെഡിങ്ങും ഈ ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം നിങ്ങൾക്ക്. ഏത് ഇന്റഗ്രൽ എന്നാലും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏത് ഫംഗ്ഷൻ തന്നാലും അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് റിസൾട്ടിലെത്താൻ കഴിയണം. സോ നെക്സ്റ്റ് ഈസ് അടുത്തത് നിങ്ങൾ നോക്കൂ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to π/2 5 cos 3x ആണ് dx. 5 cos 3x. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്, 5 cos 3x ആണ്. അപ്പൊ ആദ്യം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 5 cos 3x dx എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 5 കോൺസ്റ്റന്റ് ആണ്, ഇതിനെ പുറത്തെടുക്കാം. സോ 5 into ഇന്റഗ്രൽ cos 3x dx. അപ്പൊ നേരത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ cos ax dx is equal to sin ax divided by a. സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ ഇവിടെ കാണിക്കാം നമുക്ക്. സ്റ്റാൻഡേർഡ് ഫോംസ്, so these are the standard forms. So these are the standard forms. Integral cos ax dx is equal to sin ax divided by a. Integral sin ax dx is equal to minus cos ax divided by a. Integral x raised to n dx is equal to x raised to n plus 1 divided by n plus 1, n not equal to -1. n -1 ആയാൽ അത് 1/x ആണ്. അപ്പോൾ വരും അത് log x, ln x ആണ്. ഈ റിസൾട്ടുകൾ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടാണ്. ഇന്റഗ്രൽ k കോൺസ്റ്റന്റ് ഇൻറ്റു f of x is equal to കോൺസ്റ്റന്റ് ഇൻറ്റു ഇന്റഗ്രൽ f of x dx. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈ റിസൾട്ടാണ്. ഈ റിസൾട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന പ്രോബ്ലത്തിന് ആവശ്യമുള്ളത്. ഓക്കെ, നമുക്ക് അവിടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇന്റഗ്രൽ 0 to π/2 5 cos 3x എങ്ങനെ ചെയ്യാം. അപ്പൊ ആദ്യം ഇന്റഗ്രൽ 5 cos 3x ചെയ്യാം. 5 into cos 3x. അപ്പൊ ആ റിസൾട്ട് എന്താണ്, ഇന്റഗ്രൽ cos ax dx
is equal to sin ax by a. ഇവിടെ എന്റെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്. എന്റെ സ്ഥാനത്ത് 3 ആണ്. സോ sin 3x divided by 3 എന്ന് വരും. 5 into sin 3x by 3. ആൻസർ റിസൾട്ട് കിട്ടി. ഇന്റഗ്രേഷൻ ഈസി ആയിട്ട് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ 0 to pi by 2 5 cos 3x ആണ്. 5 പുറത്തെടുക്കാം. സോ ഇറ്റ് ഈസ് 5 into sin 3x. sin 3x divided by 3 into integral 0 to pi by 2. അപ്പൊ sin 3x ബൈ ഇത് ഇങ്ങനെ എഴുതാട്ടോ, 5 by 3 into sin 3x എന്നും എഴുതാം, കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പൊ ഞാൻ അതേപോലെ എഴുതാണ്. ഈ sin 3x by 3ക്കാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അതാണ്. സോ 5 into sin 3x by 3 എന്നുള്ള ഫംഗ്ഷന് നമ്മൾ 0 to pi by 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ 5 into sin 3x ആദ്യം എന്ത് ചെയ്യണം? എക്സിന് ആദ്യം pi by 2 കൊടുക്കണം. സോ sin 3 pi by 2 divided by 3 മൈനസ് സൈൻ, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കണം എക്സിന്. 3 into 0 by 3 പറഞ്ഞാൽ 0 എന്ന് തന്നെ വരും. മൈനസ് സൈൻ 0 by 3 എന്ന് വരും. ആ ലിമിറ്റ്സ് കൊടുത്തത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ 5 into sin 3x by 3 ഫ്രം 0 to pi by 2 എന്നാണ് ഈ ലിമിറ്റ്സ് കാണിക്കുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഈ റിസൾട്ട് sin 3x by 3 എഴുതേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അടിയിൽ ലോവർ ലിമിറ്റ്, മുകളിൽ അപ്പർ ലിമിറ്റ്. ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. അതിനെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ആദ്യം ഈ ഫംഗ്ഷന് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ sin 3 into എക്സിന്റെ സ്ഥാനത്ത് pi by 2. സോ sin 3 pi by 2 divided by 3 മൈനസ് ഇടുക. മൈനസ് പിന്നെ അതേ ഫംഗ്ഷന് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ sin 3 into 0 divided by 3 sin 0 by 3. അപ്പൊ sin 0 by 3. ഇത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. sin of 3x by 3 എന്നല്ല, sin 3x by 3 എന്നാണ്. ഓക്കെ, ഇതുപോലെ sin 3x by 3 എന്നാണ്. sin of 3x by 3 എന്നല്ല, സൈൻ ഇതാണ് ഫോം, യഥാർത്ഥ ഫോം ഇതാണ്. sin 3 പ്രിന്റ് ചെയ്തപ്പോൾ അങ്ങനെ വന്നാണ്. sin 3x by 3 sin 3x ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അങ്ങനെ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. sin okay, 5 into sin 3x by 3 0 to pi by 2 which is equal to 5 into x in pi by 2 കൊടുത്ത 3 pi by 2 by 3 minus sin 0 by 3. അപ്പോൾ sin 3 pi by 2 minus 1 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ട്രിഗണോമെട്രിയിൽ. അത് sin 3 pi by 2 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി സൈൻ വാല്യൂ തന്നെ വരിക സൈൻ n pi by 2. ഓക്കെ, sin 3 pi by 2 എന്ന് പറയുമ്പോൾ sin 3 pi by 2 പറയുമ്പോൾ sin 3 pi by 2 പ്ലസ് 0 എന്ന് എഴുതാം. അപ്പോൾ അത് cos 0 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക. ഇനി അതിന്റെ സൈൻ തീരുമാനിക്കണമെങ്കിൽ 3 pi by 2 ഏത് ക്വാഡ്രന്റിൽ വരുന്നു നോക്കണം. ഇറ്റ് ഈസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ ഓൾ സിൽവർ ടീ കപ്സ് എടുത്താൽ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ എനിക്കറിയില്ല. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ് ആകുക. അപ്പൊ അതുകൊണ്ട് സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് -1 വരും. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഈ വാല്യൂ 3 pi by 2 എന്ന് പറഞ്ഞാൽ 3 into 90 270 സൈൻ 270 ഡിഗ്രി ചെയ്താൽ മതി. അപ്പൊ -1 എന്ന് കിട്ടും. അപ്പൊ 5 into -1 divided by 3 മൈനസ് സൈൻ 0 പറഞ്ഞാൽ 0 ആണ്. സോ ദിസ് വിൽ ബി 0. സോ -5 by 3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് രണ്ടും ശരിക്കും പഠിക്കണം, ശരിക്കും മനസ്സിലാക്കുകയും വേണം. ഓക്കെ, ദിസ് ഈസ് ഹൗ യു വിൽ ഇവാലുവേറ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഓർ ഇന്റഗ്രൽസ് വിത്ത് ലിമിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് മാത്തമാറ്റിക്കലി അത് ചെയ്യാന്ന് പഠിച്ചു. ഇന്റഗ്രേഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പഠിച്ചു. ഇന്റഗ്രേഷൻ എന്ന പ്രോസസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താണ്, ഏരിയ കണ്ടെത്തലാണെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ്, ആ ചെറിയ ഏരിയയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് എന്ന് മനസ്സിലാക്കി. ആൻഡ് ദിസ് സ്റ്റാൻഡ്സ് ഫോർ ദി സം of this infinitesimally small areas. f of x dx is an infinitesimally small area and this stands for the sum of such areas. Sigma അല്ല, അതിന്റെ ഒരു വേറെ വേർഷൻ, അതാണ് ഇന്റഗ്രേഷൻ ഒന്നും നീട്ടിയിട്ട്. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ രണ്ട് ഇന്റഗ്രേഷനും എഴുതണം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയൂല. പക്ഷേ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഡെറിവേഷന്റെ ഭാഗമായിട്ട് ആവശ്യം വരും.
അടുത്തത് ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡയറക്റ്റ് ആയിട്ട് ഏരിയ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി സ്ട്രൈറ്റ് ലൈൻ y ഈക്വൽ ടു 3x ഫ്രം ഒറിജിൻ ടു x ഇസ് ഈക്വൽ ടു 5. എക്സ് വൈ ആർ ഇൻ മീറ്റർ. അപ്പോൾ y ഈക്വൽ ടു 3x എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. മുമ്പ് പഠിച്ച മാത്സ് മറക്കരുത്, ഞാൻ പഠിപ്പിച്ചതാണ്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് ഒക്കെ സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് പരാബോള ആയിരിക്കും. അപ്പോൾ y ഈക്വൽ ടു 3x എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റഗ്രേഷനിലൂടെ ഇതിന്റെ ഏരിയ കണ്ടെത്താം. ഇന്റഗ്രേഷൻ അല്ലാതെ അത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ആ ഏരിയനെ ട്രയാംഗിളും റെക്ടാംഗിളും ഒക്കെ ആയി ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയും കണ്ടെത്താം. രണ്ടും തമ്മിൽ ചെക്ക് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് തന്നെ മറ്റും തുല്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കും. അതിനാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. രണ്ടും പറഞ്ഞതാണല്ലോ നമ്മൾ, ഏരിയ ആണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് കാണിക്കണമല്ലോ. സോ y ഈക്വൽ ടു 3x എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്? ഇവിടെ 3x ആണ്. y ഈക്വൽ ടു 3x എന്ന് തന്നാൽ അതിന്റെ അർത്ഥം എഫ് ഓഫ് എക്സ്, എക്സിന്റെ ഫംഗ്ഷൻ ഇവിടെ y, എഫ് ഓഫ് എക്സിനെ y എന്ന് വിളിച്ചു. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x. അപ്പൊ നമുക്ക് ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? ഒറിജിനിൽ 0, വൈയും 0. അപ്പോൾ ഒറിജിൻ ടു എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. സോ ഇന്റഗ്രൽ 0 ടു എക്സ് ദിസ് ഫംഗ്ഷൻ 3x dx. ഇതാണ് ഏരിയ. ഇന്റഗ്രേഷൻ മെത്തേഡിൽ ഇത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഏരിയ ഓഫ് ദി ഫംഗ്ഷൻ 3x ഫ്രം ഒറിജിൻ ഓർ എക്സ് ഇസ് ഈക്വൽ ടു 0 അപ് ടു എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ ചെയ്യാം, വളരെ ഈസിയാണ്. സോ 3x ഇന്റഗ്രൽ 0 ടു 5 3x dx എന്ന് പറഞ്ഞാൽ 3 പുറത്തെടുക്കാം, 3 കോൺസ്റ്റന്റ് ആണ്. 3 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 5 x dx. അപ്പൊ ഇന്റഗ്രൽ 0 ടു 5 x dx എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രൽ x dx എത്രയും ചെയ്യണം. ഇന്റഗ്രൽ x dx നമ്മൾ ഒരുപാട് ചെയ്തു, നമുക്ക് അറിയാം, പെട്ടെന്ന് തന്നെ എഴുതാം. അത് x²/2 ആയിരിക്കും. അപ്പൊ x²/2 എന്ന് കിട്ടും. ഈ ലിമിറ്റ് മൈൻഡ് ചെയ്യാതെ ഇന്റഗ്രൽ x dx ചെയ്താൽ യു വിൽ ഗെറ്റ് x²/2. എന്നിട്ട് അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ലോവർ ലിമിറ്റ് ഇവിടെ എഴുതണം, അപ്പർ ലിമിറ്റ് ഇവിടെ. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് എന്റെ കൂടെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ 0 ടു 5 എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു x²/2 0 ടു 5 എഴുതണം. അപ്പൊ ഇനി ഇതിൽ എന്ത് ചെയ്യണം? ആദ്യം അപ്പർ ലിമിറ്റ് എത്രയാണോ അത് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഫംഗ്ഷന്റെ ഈ x²/2ന്റെ വാല്യൂ വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 5 കണ്ടെത്തണം. മൈനസ് x²/2ന്റെ വാല്യൂ വിത്ത് എക്സ് ഇസ് ഈക്വൽ ടു 0 കണ്ടെത്തണം. ആ ഡിഫറൻസ് ആണ് ആൻസർ. സോ ഫസ്റ്റ് 5 കൊടുക്കാം. അപ്പൊ നമ്മള് എക്സ് 5²/2 എന്ന് വരും. അതാണ് 25². എന്ന് പറഞ്ഞാൽ 25/2 എന്ന് വരും ആദ്യത്തത്. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 0²/2 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പൊ 25/2 മൈനസ് 0. അപ്പൊ ഇത് 25/2 ദാറ്റ് ഈസ് 12.5 യൂണിറ്റ്സ് എന്ന് വരും. മീറ്റർ ആയതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് യൂണിറ്റ് ഇടാം. ഇതൊക്കെ മീറ്റർ ആണെന്ന് തന്നുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് യൂണിറ്റ് ഇടാം. സോ ദിസ് ഈസ് 12.5. ഇനി നമുക്ക് കാണേണ്ടത് എക്സ് ഡി എക്സ് മതിയോ? അല്ല, 3 ഇൻറ്റു എക്സ് ഡി എക്സ് ആണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. സോ ഇന്റഗ്രൽ 0 ടു 5 3x dx ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 5 എക്സ് ഡി എക്സ്. ഇതിന്റെ വാല്യൂ നമുക്ക് അറിയാം, ഇന്റഗ്രൽ 0 ടു 5 എക്സ് ഡി എക്സ്. സോ 3 ഇൻറ്റു 12.5, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 37.5 മീറ്റർ സ്ക്വയർ. സോ ദി ഏരിയ ഒബ്റ്റൈൻഡ് ത്രൂ ദി മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ ഈസ് 37.5 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് വരച്ച ഏരിയ കണ്ടു നോക്കാം. ഇത് 3x ആണ്, സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആണ്. നമുക്ക് വരച്ചിട്ട് ജിയോമെട്രിക്കലി ഏരിയ കാണാം. അതും ചെക്ക് ചെയ്യാം. 37.5 മീറ്റർ സ്ക്വയർ തന്നെയാണോ കിട്ടുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് എല്ലാവരും മനസ്സിലാക്കുക. 37.5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടിയിരുന്നത്? 3x y ഈക്വൽ ടു 3x അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x എന്ന ഫംഗ്ഷന്റെ എക്സ് ആക്സിസിന്റെയും ഇടയിലുള്ള ഏരിയ കാണണം. ഏത് മുതൽ ഏത് വരെ? x5 മുതൽ x0 മുതൽ x5 വരെ. അതാണ് ഇന്റഗ്രൽ തരുന്നത്. ആൻഡ് ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടി. ഓക്കെ, എഴുതിക്കോളൂ ഈ ആൻസർ. അപ്പൊ ആ ഗ്രാഫിന്റെയും എക്സ് ആക്സിസിന്റെയും ഇടയിൽ x0 മുതൽ x5 വരെയുള്ള ഭാഗത്തിന്റെ ഏരിയ 37.5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട് ത്രൂ ദി മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ വിത്തൗട്ട് എനി ഡ്രോയിങ്. ഇനി നമ്മൾ ജിയോമെട്രിക്കലി ചെക്ക് ചെയ്യാൻ പോവാം. XY ഗ്രാഫ് വരച്ചു. അപ്പൊ y ഈക്വൽ ടു 3x ആണ്. y 3x ആണ്. അപ്പൊ x0 ആകുമ്പോൾ y 0 ആയിരിക്കും, x1 ആകുമ്പോൾ y 3 ആയിരിക്കും, x2 ആകുമ്പോൾ y ന്റെ വാല്യൂ എത്ര വരിക? 3 ഇൻറ്റു 2 6. അങ്ങനെ വരുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇറ്റ് വിൽ പാസ് ത്രൂ ദി ഒറിജിൻ. കാരണം x0 ആകുമ്പോൾ y 0 ആണ്. So it will pass through the origin. So this is the straight line y equal to 3x. അങ്ങനെ പോട്ടോ, ഇൻഫിനിറ്റി വരെ പോകും. So this is the origin. It will pass through the origin y equal to 3x.
ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് കിട്ടണം. ഒന്ന് കിട്ടി, x is equal to 0 ഇവിടെയാണ്. അടുത്തത് x is equal to 5, x is equal to 5 ഇവിടെയാണ് വരുന്നത്. സപ്പോസ് ദിസ് ഈസ് x is equal to 5. അപ്പൊ x is equal to 5 ആകുമ്പോൾ y ന്റെ വാല്യൂ എത്ര വരിക? 3 into 5 15 എന്ന് വരും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്ര വരുന്നത്? 15 ആണ്. സോ 15. So when x is equal to 5, y should be 15. So this is the geometrical representation of the function. ഇത് y equal to 3x എന്നുള്ള സ്ട്രേറ്റ് ലൈൻ ആണ്. അതിൽ x is equal to 0യും x is equal to 5ഉം മാർക്ക് ചെയ്തു. ആ കറസ്പോണ്ടിങ് സമയത്തുള്ള y ന്റെ വാല്യൂസും മാർക്ക് ചെയ്തു. 15 ആണ് x is equal to 5 ആകുമ്പോൾ y ന്റെ വാല്യൂ, x is equal to 0 ആകുമ്പോൾ അത് 0 തന്നെയാണ്. കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ഏരിയ ഏതായിരിക്കും? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമുക്ക് ഇന്റഗ്രേഷനിലൂടെ കിട്ടിയത്. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആണല്ലോ. അതായത് ഒ എ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഈ ഫംഗ്ഷനും എക്സ് ആക്സിസും തമ്മിൽ x is equal to 0 മുതൽ x is equal to 5 വരെ വരുന്ന ഭാഗത്ത് കവർ ചെയ്യപ്പെടുന്ന ഏരിയ. അതാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. സോ ദാറ്റ് ഏരിയ ഈസ് ഷെയ്ഡഡ്. സോ ദിസ് ഈസ് ദി റിക്വയർഡ് ഏരിയ. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമുള്ള ഏരിയ. ഇപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അല്ലാതെ തന്നെ അറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഒ എ ബി. ഒ എ ബി എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ് ഏരിയ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് പറഞ്ഞാൽ എ ഒ ഇൻറ്റു എ ബി. എ ഒ ഇൻറ്റു എ ബി ഹാഫ് ഇൻറ്റു എ ഒ എന്ന് പറഞ്ഞാൽ 5 മൈനസ് 0, 5 മൈനസ് 0 എ ഒ ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. ഇവിടെ 15 ആണ് വരെ, 15 മൈനസ് 0. സോ എ ബി എന്ന് പറഞ്ഞാൽ 15 മൈനസ് 0. സോ ഹാഫ് ഇൻറ്റു എ ഒ ഇൻറ്റു എ ബി പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 15, 5 മൈനസ് 0 ഇൻറ്റു 15 മൈനസ് 0, ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 5 എന്ന് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 5 പറയുമ്പോൾ 75 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 37.5 മീറ്റർ സ്ക്വയർ. So you got the area as 37.5 meter square. Okay. മനസ്സിലായല്ലോ? രണ്ട് രീതിയിലും ഒരേ ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണാം. പക്ഷേ ഇത് സ്ട്രൈറ്റ് ലൈനിന് പകരം y equal to x square ആണ് തന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫൊക്കെ വരച്ച് ഏരിയ മാർക്ക് ചെയ്യാം. പക്ഷേ ഏരിയ കാണാൻ ഒരു ഈസി ഫോർമുല നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു പരാബോള ആയിരിക്കും വരും ഇങ്ങനെയുള്ള. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈന് പകരം ഇവിടെ ഒരു കർവാ വരിക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷന്റെ ഏരിയ ചെക്ക് ചെയ്യും. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി കർവ് ആണെന്ന് അറ്റ്ലീസ്റ്റ് ഫോർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് വി ഹാവ് വെരിഫൈഡ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതെല്ലാം ബാഗത്തെ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. നമുക്കൊരു വിശ്വാസം വരാനാണ് ഏരിയ തന്നെയാണ് കിട്ടുന്നത്. 37.5 മീറ്റർ സ്ക്വയറിന് യാതൊരു വരയും വരക്കാതെ നമുക്ക് ഫംഗ്ഷൻ മാത്രം വെച്ചിട്ട് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടു. ഏതുപോലെ ഒരു ഫംഗ്ഷന്റെ സ്ലോപ്പ് കാണണമെങ്കിലും ഇതുപോലെ നമുക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കാം. എന്നിട്ട് ആ പോയിന്റിലുള്ള ഏത് പോയിന്റിലാണോ സ്ലോപ്പ് കാണേണ്ടത് ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരക്കാം. ആ ടാൻജന്റും എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ കണ്ടെത്തിട്ട് അതിന്റെ ടാൻ തീറ്റ കണ്ടിട്ട് സ്ലോപ്പ് കാണാം. അല്ലെങ്കിൽ ആ ടാൻജന്റിനെ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് y ബൈ എക്സ് കണ്ടിട്ട് സ്ലോപ്പ് കാണാം. അങ്ങനെ സ്ലോപ്പ് കാണുന്നതും നമ്മൾ ആ ഫംഗ്ഷനെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏത് പോയിന്റിലുള്ള സ്ലോപ്പ് ആണോ കാണേണ്ടത് ആ പോയിന്റിന്റെ വാല്യൂ എക്സിന് കൊടുത്തിട്ട് അപ്പൊ കിട്ടുന്ന റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണിത്. ഓക്കെ. ഇവിടെ ഡിഫറൻഷിയേഷൻ ആകുമ്പോൾ സ്ലോപ്പിന് പകരം ഏരിയ ആണ് വരിക. സോ യു ഷുഡ് ഹാവ് എ ലിമിറ്റ് ഹിയർ 0 to 5 അല്ലെങ്കിൽ 2 to, ഇപ്പോൾ 1 to 5 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 5. അപ്പോൾ ഏരിയ കാണാൻ നമ്മൾ ഇതിനൊരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കേണ്ടി വരും. ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും അങ്ങനെ ഏത് ലിമിറ്റ് ആണെങ്കിലും നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഫംഗ്ഷൻസ് ആണെങ്കിൽ ഗ്രാഫ് കാണാം, ഏരിയ കാണാൻ പറ്റും. അല്ലാതെ തന്നെ ജോമെട്രിക്കൽ ഈസി ആയിട്ട് കാണാം. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. റെഡ് കളറിൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഫസ്റ്റ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന അന്ന് ഇന്റഗ്രേഷനെ പഠിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഡിറൈവ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഡിറൈവ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അതാണ് ക്വസ്റ്റ്യൻ.
അതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലെറ്റ് എ ഈസ് ദി ആക്സിലറേഷൻ. നമ്മൾ ആക്സിലറേഷൻ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഇസ് എ കോൺസ്റ്റന്റ്. ലെറ്റ് v0 ബി ദി ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് x0 ബി ദി ഇനീഷ്യൽ പൊസിഷൻ. അതായത് ടൈം t ഈക്വൽ ടു 0 ആകുമ്പോൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ മോഷൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയം, ദാറ്റ് ഈസ് ടൈം t ഈക്വൽ ടു 0. അപ്പോൾ അതിന്റെ വെലോസിറ്റി v0യും അതിന്റെ പൊസിഷൻ x0യും ആയിരുന്നു. ഇനി ഒരു ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി വി ടിയും അതിന്റെ പൊസിഷൻ എക്സ് അഫിക്സ് ടി എക്സ് ടിയും ആയി ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ വൺ ഡയമെൻഷനിൽ മൂവ് ചെയ്യുന്നു. നമുക്ക് അറിയാവുന്നത് അതിലുള്ള ആക്സിലറേഷൻ ഈ ആണ്. ആക്സിലറേഷൻ എങ്ങനെ കാണുക? അതിലുള്ള ഫോഴ്സ് അറിയാമെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാം, ന്യൂട്ടന്റെ ചലന നിയമം, ന്യൂട്ടന്റെ ലോ പഠിച്ചു നമ്മൾ, എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ലോ പഠിച്ചു. സ്ക്രീൻ മാറിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ റെഡ് കളറിലുള്ള ഇതാണ്, ഈ ഫസ്റ്റ് ലൈനാണ് ക്വസ്റ്റ്യൻ. ഡിറൈവ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇഷ്യൂ. Okay, so the question is derive kinematic equations of motion in one dimension for constant acceleration. ആ ആക്സിലറേഷൻ നമ്മൾ എ എന്നെടുത്തു, ഇനീഷ്യൽ വെലോസിറ്റി v0 എന്നെടുത്തു. ആ സമയത്ത് ഇനീഷ്യൽ, അതായത് ടൈം t ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്ത ആ മൊമെന്റിലുള്ള പൊസിഷൻ x0 ആണ്, വെലോസിറ്റി v0 ആണ്. അല്പസമയം ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി വി ടി, പൊസിഷൻ എക്സ് ടി. നമുക്ക് ഡെഫിനിഷൻസ് അറിയാം. ആക്സിലറേഷൻ ഡെഫിനിഷൻ എന്താണ്? ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എ, നമ്മൾ പഠിച്ചതാണ്. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ. ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആക്സിലറേഷൻ. അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ? ഹലോ? യു കാൺ സീ ദി സ്ക്രീൻ. എന്താ റീസൺ എന്താണോ? ഓക്കെ, വരുന്നുണ്ട്, ഭയങ്കര സ്ലോ ആണ്. ഞാൻ സ്ക്രീൻ ചൂസ് ചെയ്ത് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. മേ ബി നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഓക്കെ, let me exit once and again share the screen.
Okay. So dv is equal to a dt. ഇതിനെ തിരിച്ചെഴുതിയാണ്. എനിക്കറിയാം dv by dt equal to a എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്ന ആളെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. കാരണം വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ആക്സിലറേഷൻ കിട്ടുക. അപ്പോൾ ആ ഇന്റഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആണ് ഈ ഫോമിൽ എഴുതുന്നത്. കാരണം ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഇന്റഗ്രൽ എ ഡി ടി എന്ന് എഴുതാൻ പറ്റുള്ളൂ. എങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ മോഷൻ പഠിക്കുമ്പോൾ നമുക്ക് എക്സിന് പകരം ഇന്റർവെൽസ് ഒക്കെ തന്നെ മീൻസ് വേരിയബിൾസ് ഒക്കെ ടി ആണ്, ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡി വി ഈക്വൽ ടു എ ഡി ടി എന്ന് എഴുതാം. ഇനി രണ്ട് ഭാഗവും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ രണ്ട് ഭാഗവും വി സീറോ ടു വി ടി ഡി വി ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്തത് നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കൂ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നല്ലോണം ശ്രദ്ധിക്കുക. വി സീറോ ടു വി ടി ആണ്. എന്താ അങ്ങനെ അപ്ലൈ, ഇത് വി ആണ്, ഇവിടുത്തെ വേരിയബിൾ വി ആണ്, ഡി വി എന്നാണ് ഇവിടെ ഉള്ളത്, ഇവിടെ ഡി ടി എന്നാണുള്ളത്. അപ്പൊ ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നത് വെലോസിറ്റീസ് ആയിരിക്കണം. ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നത് ഡി ടി ടൈമാണ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ വെലോസിറ്റിയിലാണ് ഇന്റഗ്രേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റിയിലാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്, ഇവിടെ ടൈമിന്റെ വാല്യൂസ് ആണ് ലിമിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എ ഡി ടി നമുക്ക് ഏത് മുതൽ ഏത് വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പോർഷൻ പഠിക്കുന്നത് ഫ്രം ടി ഈക്വൽ ടു സീറോ ടു സം ടൈം ടി സെക്കൻഡ്സ് വരെയാണ്, 0 മുതൽ ടി സെക്കൻഡ്സ് വരെയാണ്. അപ്പൊ ലിമിറ്റ് ഇവിടെ കൊടുക്കേണ്ടത് ടൈമിന്റെ ലിമിറ്റ് 0 ടു ടി ആണ്. അപ്പൊ 0 ടു ടി സമയത്തിലുള്ള മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇന്റഗ്രൽ 0 ടു ടി എ ഡി ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോഴും 0 ടു ടി എന്നാണോ കൊടുക്കേണ്ടത്? അല്ല, കാരണം ഇവിടെ വേരിയബിൾ ഡി ടി അല്ല, എന്താണ്, ഡി വി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, 0 മുതൽ ടി വരെ ഇന്റഗ്രേറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പൊ 0 എന്ന് പറയുന്ന ആ സമയത്ത് ഇനീഷ്യൽ ടൈമിലുള്ള വെലോസിറ്റിയുടെ വാല്യൂ എന്താണോ അതാണ് ഇവിടുത്തെ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. ഇനി ടി സെക്കൻഡ് എത്തുന്ന വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ്. അപ്പൊ ടി സെക്കൻഡ് ആകുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണോ അതാണ് ഇവിടെ ലിമിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ആ ഒരു മാറ്റം നല്ലോണം മനസ്സിലാക്കണം. ഡി വി ആണ്, അതുകൊണ്ടാണ് ഇവിടെ വി സീറോ ടു വി ടി എന്ന് കൊടുത്തത്. ഓക്കെ, സോ ഇന്റഗ്രൽ വി സീറോ ടു വി ടി ഡി വി എന്ന് വരും ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എ ഡി ടി എന്ന് വരും. ഓക്കെ, ഇവിടെ ഡി ടിയിലാണ് ഇന്റഗ്രേഷൻ ടൈമിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 0 ടു ടി എന്നാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന വാല്യൂസ് ആണ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ വെലോസിറ്റിന്റെ വാല്യൂ ആണ് ഇവിടുത്തെ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ടത്. ടി ആകുമ്പോൾ ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റിയുടെ വാല്യൂ ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് ചെയ്താൽ ഡിവിനെ ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, നമ്മൾ ചെയ്തല്ലോ. ഇന്റഗ്രൽ ഡി എക്സ് ഈസ് എക്സ്. അപ്പൊ ഇന്റഗ്രൽ ഡി വി ഈസ് വി, ഇന്റഗ്രൽ ഡി ടി ഈസ് ടി. അതുപോലെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എ പുറത്തെടുക്കാം. ഇന്റഗ്രൽ 0 ടു ടി ഡി ടി എന്ന് കിട്ടും. അപ്പൊ എൽ എച്ച് എസിൽ ഡി വി ആണ് ഉള്ളത്, ഡി വി എന്നാണ് ഉള്ളത്, അതുകൊണ്ട് അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വി എന്നാണ് കിട്ടുക. സോ വി കിട്ടും. അതിന് വി 0 ടു വി ടി വരെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ ടി ആണ് കിട്ടുക. ആ ടി എന്നീ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം 0 ടു ടി. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക ഈ ലിമിറ്റ്സ് കൊടുത്തത്. അപ്പൊ ഇന്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് തന്നെയാണ് ഈ വി എന്ന് എഴുതിയിട്ടുള്ളത്. അതിന്റെ ലിമിറ്റ്സ് ആണ് വി സീറോ ടു വി ടി സമം ഇന്റഗ്രൽ എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അതിന് കൊടുത്തു എ ഇൻറ്റു ടി 0 ടു ടി എന്ന് വരും. അപ്പൊ ഇനി ഇത് ലിമിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. സോ അപ്പർ ലിമിറ്റ് വിക്ക് വി ടി എന്ന് കൊടുത്താൽ വി ടി എന്നാവും, വി ഈക്വൽ ടു വി ടി എന്ന് കൊടുത്താൽ വി ടി എന്ന് കിട്ടും. സോ വി ടി എന്ന് കിട്ടും. മൈനസ് വിക്ക് വി സീറോ കൊടുത്താൽ വി സീറോ എന്ന് കിട്ടും. സോ ദിസ് ഹാസ് ദി വാല്യൂ വി ടി മൈനസ് വി സീറോ. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് വി ടി മൈനസ് വി സീറോ. ഇവിടെ എ ഇൻറ്റു ടി ആണ്. ടിക്ക് ടി എന്ന് കൊടുത്താൽ ടി തന്നെ വരും, ടിക്ക് 0 കൊടുത്താൽ 0 വരും. സോ എ ഇൻറ്റു ടി മൈനസ് 0, എ ഇൻറ്റു ടി മൈനസ് 0 എന്നാണ്. ടി മൈനസ് 0 ചെയ്താൽ പിന്നെ ടി എന്ന് കിട്ടും. സോ വി ടി മൈനസ് വി സീറോ ഇസ് ഈക്വൽ ടു എ ടി എന്നായിരിക്കും ഇത് വരിക, അല്ലെങ്കിൽ വി ടി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന് വരും. ഓക്കെ, ഈ ലിമിറ്റ്സ് കൊടുത്തതും ഇവിടെ വെലോസിറ്റി ആണ് ലിമിറ്റ്. ഇവിടെ വി സീറോ ടു വി ടി എന്നും ഇവിടെ 0 ടു ടി എന്നും ലിമിറ്റ്സ് രണ്ടും രണ്ടായത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ഹിയർ ദി വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ഇസ് ടൈം. യു ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ടൈം ചേഞ്ചസ് ഫ്രം 0 ടു ടി. Here you are integrating the velocity with respect to velocity function. So
So velocity when time changes from 0 to t, the velocity changes from v0 to vt. Okay, so the answer is vt equal to v0 plus at. ഇത് തന്നെയാണ് പണ്ട് നമുക്ക് കിട്ടിയ vt equal to v0 plus at എന്നുള്ള ഇക്വേഷൻ. എന്തായിരുന്നു മാറ്റം? പണ്ട് നമ്മൾ ആദ്യം ഒരു ഡിസ്പ്ലേസ്മെന്റിൽ തുടങ്ങി താഴേക്കാണ് പോയത്, പിന്നെ വെലോസിറ്റി കണ്ടു, പിന്നെ വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടു, അങ്ങനെയാണ് പോയത്. ഈ ഇന്റഗ്രേഷൻ കാൽക്കുലേഷനിലൂടെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആക്സിലറേഷൻ ആണ് നമ്മൾ പറയുക, അവിടെ നിന്ന് വെലോസിറ്റി കാണും. ഇനി വെലോസിറ്റിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ്. ഒരു ഇക്വേഷൻ കിട്ടി, വി ടി ഈക്വൽ ടു v0 പ്ലസ് എ ടി. അടുത്തൊരു ഇക്വേഷൻ കിട്ടി, v of t is equal to dx by dt. ഡെഫിനിഷൻ ആണ്, വെലോസിറ്റി ഡിഫൈൻ ചെയ്ത് അങ്ങനെയാണ്, ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, വി ഓഫ് ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പൊസിഷൻ ആയ എക്സ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ് കിട്ടും. സോ വി ഓഫ് ടി ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം. നേരത്തെ പോലെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുക, നോക്കുക, ഇവിടെ ഡി ടി ആണ്, ഇവിടെ ഡി എക്സ് ആണ്, ഇവിടെ ഡി ടി ആണ്, ഇവിടെ ഡി എക്സ് ആണ്. ഹിയർ യു ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ടൈം ആൻഡ് ഹിയർ യു ആർ ഇന്റഗ്രേറ്റിംഗ് വിത്ത് എക്സ്. മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലിമിറ്റ് എവിടെ കൊടുക്കുക, 0 to t ആണ് നമ്മൾ ഇന്റഗ്രേഷൻ. അപ്പൊ ഇവിടെ ടി വരുന്നിടത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലിമിറ്റ് 0 to t എന്ന് കൊടുത്തു. സോ 0 to t v of t dt. ഇനി അപ്പുറത്ത് ഡി എക്സ് ആണ്, എക്സിലുള്ള മാറ്റമാണ് കൊടുക്കേണ്ടത്, എക്സിന്റെ വാല്യൂസ് ആണ് ലിമിറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ടി 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ലോവർ ലിമിറ്റ് ആയിട്ട് കൊടുക്കണം, ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ x0 to xt എന്ന് കൊടുക്കണം. ഇവിടെ മുകളിൽ xt ഇല്ല, x suffix t വേണം. Let me correct it. ഇന്റഗ്രൽ x0 to xt ഇവിടെയും ആണ് അല്ലേ. ഒരു മിനിറ്റ്. So integral 0 to t dt v of t dt is equal to integral x0 to xt dx. മനസ്സിലാക്കുക, ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെ ടൈമിന്റെ വാല്യൂസ് ആണ് ലിമിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് ആണ്. ഇവിടെ ടൈം ഇന്റഗ്രൽ 0 മുതൽ ടി വരെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ടൈം 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ ലിമിറ്റ് ആയിട്ട് കൊടുക്കണം, ടൈം ടി ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ ലിമിറ്റ് ആയിട്ട് കൊടുക്കണം. കാരണം ഇവിടെ ഇന്റഗ്രേഷൻ വേരിയബിൾ ഡി എക്സ് ആണ്, ഇവിടെ ഡി ടി ആണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. ഇനി ഇന്റഗ്രേഷൻ നടത്തുക. അപ്പോൾ ഇന്റഗ്രൽ x0 to xt dx is equal to integral 0 to t v of t എന്താണ്, v of t ഇവിടെ കിട്ടിയിട്ടുണ്ട്. v of t എന്ന് പറയുന്നത് v0 plus at ആണ്. സോ v of t ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, v0 plus at dt എന്ന് കൊടുത്തു. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, t സെക്കൻഡ് കഴിയുമ്പോൾ ഏത് സമയത്തുള്ള വെലോസിറ്റിയാണ് v0 plus at. v0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. സോ v0 plus at dt എന്ന് കിട്ടി. ഓക്കെ, ഇനി ആ ഇന്റഗ്രേഷൻ ഞാൻ നടത്താൻ പോണേ. ഏത് ഇന്റഗ്രേഷൻ, ആർ എച്ച് എസിലുള്ള ഈ ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to t v0 plus at dt. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ആദ്യം ഞാൻ. ഇന്റഗ്രൽ 0 to t v0 plus at dt സമം ഇന്റഗ്രൽ 0 to t v0 dt എന്ന് ആദ്യം എഴുതും, പ്ലസ് ഇന്റഗ്രൽ 0 to t at dt. രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി v0 കോൺസ്റ്റന്റ് ആണ്, ഇനീഷ്യൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ v0 പുറത്തെടുക്കാം, v0 ഇൻറ്റു ഇന്റഗ്രൽ 0 to t dt എന്ന് എഴുതാം, പ്ലസ് എ ഇൻറ്റു ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ബിക്കോസ് നമ്മൾ ചെയ്യുന്ന തന്നെ കൈനമാറ്റിക് ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ ഫോർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എ പുറത്തെടുക്കാം, ഇന്റഗ്രൽ 0 to t t dt എന്നെടുക്കും. മനസ്സിലായല്ലോ ഈ സ്റ്റെപ്പ്. ഇനി നേരത്തെ പോലെ ഈസിയാണ്, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ v0 ഇൻറ്റു ഇന്റഗ്രൽ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t എന്നാണ് കിട്ടുക. സോ v0 ഇൻറ്റു ടി ലിമിറ്റ് 0 to t പ്ലസ് എ ഇൻറ്റു ഇവിടെ ഉള്ളത് ടി ഡി ടി ആണ്, എക്സ് ഡി എക്സ് പോലെ. എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 കിട്ടും. ഏതാണ് ഫോം, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്, അതിൽ എന്നിന് 1 കൊടുക്കുക, അപ്പൊ x²/2 എന്ന് കിട്ടും. എക്സിന് പകരം ടി ആക്കി എടുത്താൽ മതി. അപ്പൊ ഇവിടെ ടി ഡി ടി എന്ന് പറഞ്ഞാൽ t²/2 എന്ന് വരും. സോ t²/2
ലിമിറ്റ് ടി ഈക്വൽ ടു ടി ടു സീറോ, സോറി ഇവിടെ ലിമിറ്റ് എഴുതിയ മാറിയിട്ട് 0 to t എന്ന് കൊടുക്കണം. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ഓക്കെ, അപ്പൊ ടി സ്ക്വയർ ബൈ 2 ഫ്രം 0 to t. ഇനി ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. v0 ഇൻറ്റു ടിക്ക് പകരം ടി എന്ന് കൊടുത്താൽ v0 t മൈനസ് 0 എന്ന് വരും. സോ v0 ഇൻറ്റു ടി മൈനസ് 0 പ്ലസ് എ ഇൻറ്റു ആദ്യം ടി സ്ക്വയർ ബൈ ടുവിന് ടി കൊടുത്താൽ ടി സ്ക്വയർ ബൈ ടു എന്ന് വരും, മൈനസ് ടി സ്ക്വയർ ബൈ ടുവിന് ടിക്ക് 0 കൊടുത്താൽ 0 എന്ന് വരും. സോ ഇറ്റ് ഈസ് ടി സ്ക്വയർ ബൈ 2 0. സോ v0 ഇൻറ്റു ടി മൈനസ് 0 പ്ലസ് എ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് 0. അപ്പോൾ ഇതിനെ ഞാൻ ടി മൈനസ് 0 ടി തന്നെയാണ്. സോ v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന്, ഈ ടി സ്ക്വയർ ബൈ ടുവിനെ ഹാഫ് എ ടി സ്ക്വയർ എന്ന്. സോ v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി RHS. സോ ദിസ് ഇന്റഗ്രൽ ഈസ് RHSലുള്ള ഇന്റഗ്രേഷൻ. ദിസ് ഇന്റഗ്രൽ 0 to t v0 പ്ലസ് എ ടി ഡി ടി നമുക്ക് എന്താന്ന് കിട്ടി? v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒരു ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമുക്ക് LHSലുള്ള ഇന്റഗ്രേഷൻ ഇവിടെയും x0 to xt എന്ന് വേണം കേട്ടോ. സോ ഇന്റഗ്രൽ x0 to xt dx ഇതാണ് ഇവിടെ x0 to xt dx ഇതായിരുന്നു. അതിനെ നമ്മൾ ഇതാണെന്ന് ഇവാലുവേറ്റ് ചെയ്തെത്തി അല്ലെ. v0 പ്ലസ് എ ടി എന്നുള്ളതിന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി, ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇനി അതേപോലെ LHS ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ x0 to xt dx എന്താണ്? dx ഇന്റഗ്രേറ്റ് ചെയ്താൽ x ആണ് വരിക. സോ ഇറ്റ് ഈസ് x ലിമിറ്റ്സ് ഫ്രം x0 to xt. സോ xt മൈനസ് x0 എന്ന് കിട്ടും. അപ്പൊ LHS എന്താണ്? xt മൈനസ് x0. RHSലുള്ളത് എന്താണ്? v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ xt മൈനസ് x0 ഇസ് ഈക്വൽ ടു v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ച രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ. ഈ xt മൈനസ് x0 നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. സോ ഡിസ്പ്ലേസ്മെന്റ് s ഇസ് ഈക്വൽ ടു v0 ടിന് v0 ക്ക് പകരം നിങ്ങൾ അന്ന് എടുത്തത് u ആണ്. സോ s ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദാറ്റ് ഇക്വേഷൻ സെയിം ഇക്വേഷൻ. സോ ദീസ് ആർ ദി ടു കൈനമാറ്റിക് ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ടൈം കാണുക, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. രണ്ട് ഇക്വേഷനിലും ടൈം ഉണ്ട്. vt ഈക്വൽ ടു v0 പ്ലസ് എ ടിയിലെ ടി നിന്നും ടി കണ്ടിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി തേർഡ് ഇക്വേഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ കിട്ടും. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഇന്റഗ്രേഷന്റെ ആവശ്യമില്ല. So this is how you can derive the kinematic equations of motion using method of integration. Okay, നിങ്ങളുടെ ഫസ്റ്റ് തേർഡ് ചാപ്റ്ററിൽ ഇത് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ചെയ്തില്ല. ഇന്റഗ്രേഷൻ പഠിച്ചിട്ട് പിന്നീട് ചെയ്യാമെന്ന് കരുതി. മാറ്റി വെച്ചു. സോ നൗ ഇറ്റ് ഈസ് ഹിയർ. നിങ്ങൾക്ക് അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇന്റഗ്രേഷൻ വഴി കണ്ടെത്താനുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഓക്കെ, ഇത്രയും മതി. ഇനിയുള്ള പ്രോബ്ലം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇന്റഗ്രേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ മനസ്സിലായി. ഇനി വർക്ക് പവർ എനർജി എന്നുള്ള ചാപ്റ്ററിൽ ഇന്റഗ്രേഷൻ എവിടെ വരുന്നു, എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇനിയുള്ളത് നമ്മുടെ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഈ പ്രോബ്ലം ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനം ചെയ്തത് ഈ പ്രോബ്ലം ആണ്. -8.75 ജൂൾ എന്ന ആൻസർ കിട്ടിയ പ്രോബ്ലം. അതായത് ഒരു റെയിൻ ഡ്രോപ്പിൽ എയർ റെസിസ്റ്റൻസ് ചെയ്ത വർക്ക് കൈനറ്റിക് എനർജി തിയറം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. അതിന്റെ കോൺസ്റ്റന്റ് ഫോഴ്സ് വർക്ക് പ്രൂഫ് ഓഫ് വർക്ക് കൈനറ്റിക് എനർജി തിയറം
ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. അത് വർക്ക് കൈനറ്റിക് എനർജി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ പ്രൂഫും വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇൻഫാക്ട് ഈ വർക്ക് കൈനറ്റിക് എനർജി തിയറം അല്ലെങ്കിൽ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് വരുന്നതാണത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ മറ്റൊരു ഫോം ആണെന്ന് തന്നെ പറയാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഈസ് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ്. ഹിയർ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് വർക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ലോയിൽ നിന്ന് ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ റിട്ടൺ ഇൻ അനദർ ഫോം. അത് മനസ്സിലാക്കിയപ്പോഴും ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തതാണ് എന്ത്, വർക്ക് കൈനറ്റിക് എനർജി. ഞാൻ എവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വർക്ക് കൈനറ്റിക് എനർജി തിയറം ഇസ് എ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ റിട്ടൺ ഇൻ അനദർ ഫോം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ചുരുക്കി പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫറൻഷിയേഷന്റെ ഫോമിലാണ്. എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ളത്. ദാറ്റ്സ് എ ഫോം യൂസിങ് ഡിഫറൻഷിയേഷൻ. ആൻഡ് ഹിയർ വർക്ക് കൈനറ്റിക് എനർജി തിയറം ഈസ് ആൻ ഇന്റഗ്രൽ ഫോം. അതിന്റെ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചുള്ള ഫോമാണ് യഥാർത്ഥത്തിൽ വർക്ക് കൈനറ്റിക് എനർജി തിയറം. എന്താണ് അവിടെ പറയുന്നത്? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എക്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. So the total work done is equal to change in kinetic energy. Work done is an integral form. അപ്പൊ ഇന്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി വർക്ക് കൈനറ്റിക് എനർജി തിയറം. ഓക്കെ, ഈ റെയിൻ ഡ്രോപ്പിന്റെ കേസിൽ നമുക്ക് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് അറിയില്ല. അതുകൊണ്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. നേരിട്ട് ഡിഫറൻഷ്യൽ ഫോം ഉപയോഗിച്ച് എഫ് ഇസ് ഈക്വൽ ടു എം എ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല. അതേസമയം നമുക്കിത് ഈ വർക്ക് കാണാൻ കഴിയും ഈസി ആയിട്ട് യൂസിങ് ദിസ് ഇന്റഗ്രൽ ഫോം വിച്ച് ഈസ് ദി വർക്ക് കൈനറ്റിക് എനർജി തിയറം. ഒരിക്കൽ കൂടി പറയാണ്, ദ വർക്ക് എനർജി തിയറം ഈസ് ഇന്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. വർക്ക് എനർജി തിയറം ഈസ് ദി ഇന്റഗ്രൽ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, അടുത്തത് നമ്മൾ ഇതുവരെ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ വർക്കാണ് പറഞ്ഞത്. നൗ വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്? This is also important. Consider a particle moving in one dimension under the action of a variable force f of x. ഒരു വേരിയബിൾ ഫോഴ്സ് തന്നെ എക്സ് മാറുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അത് എക്സ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഒരു ഫോഴ്സ് ആയിരിക്കും, എക്സ് ഇസ് ഈക്വൽ ടു വണ്ണിലാകുമ്പോൾ ഫോഴ്സ് മാറും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദ ഫോഴ്സ് വേരീസ് വിത്ത് പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. നോ ഇഫ് ഡി എക്സ് ഇസ് ആൻ ഇൻഫിനിറ്റിസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളപ്പോൾ എന്ത് ചെയ്യും, എക്സിന്റെ ഒരു ചെറിയ ഇൻഫിനിറ്റിസിമൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കും. ആ ഇൻഫിനിറ്റിസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റിൽ ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് അവിടെ ചെയ്ത ചെറിയ ഇൻഫിനിറ്റിസിമലി സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സ്. വർക്കിന്റെ ഡെഫിനിഷൻ നമുക്കറിയാലോ, വിച്ച് ഈസ് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് വളരെ സ്മോൾ ആണ്. ഫോഴ്സിന് ചേഞ്ച് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല, അത്രയും നമ്മൾ മൂവ് ചെയ്തിട്ടില്ല. അത്രയും ഇൻഫിനിറ്റിസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. കുറച്ചധികം മൂവ് ചെയ്താൽ ഫോഴ്സ് നന്നായിട്ട് വേരി ചെയ്യും. ഫോഴ്സ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫോഴ്സ് വേരി ചെയ്യാൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ഫോഴ്സിൽ ഉണ്ടാകാത്ത അത്രയും ചെറിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടത്തി. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡി എക്സ്. ആ സമയത്തുള്ള വർക്ക് എന്ന് പറയുന്നത് ആ സമയത്തുള്ള ഫോഴ്സ് ഇൻറ്റു ദാറ്റ് ഡി എക്സ് എന്നെടുക്കാം. സോ ഫോഴ്സ് ഡോട്ട് ദാറ്റ് ഡി എക്സ്. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സ്. സോ എഴുതണം, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ വൺ ഡയമെൻഷൻ അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സ് എഫ് ഓഫ് എക്സ്. എന്നിട്ട് then the infinitesimal work done by the force in displacing the particle through dx is, അത്ര എഴുതിയാലും മതി, ഫുൾ എഴുതണമെന്നില്ല. ഫുൾ എഴുതിയാൽ നല്ലതാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ വൺ ഡയമെൻഷൻ അണ്ടർ ദി ആക്ഷൻ ഓഫ് എ വേരിയബിൾ ഫോഴ്സ് എഫ് ഓഫ് എക്സ്. ദ ഫോഴ്സ് വേരീസ് വിത്ത് പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. അത് എഫ് ഓഫ് എക്സ് എന്ന് കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ആ സെന്റൻസ് വേണമെന്നില്ല. ദ ഫോഴ്സ് വേരീസ് വിത്ത് പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഇത് നോട്ടിൽ വേണമെന്നില്ല. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിംഗ് ഇൻ വൺ ഡയമെൻഷൻ അണ്ടർ ദി ആക്ഷൻ ഓഫ് എ വേരിയബിൾ ഫോഴ്സ് എഫ് ഓഫ് എക്സ്. If dx is an infinitesimally small displacement, during which the force is assumed constant. ആ സമയത്തേക്ക് നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് അസ്യൂം ചെയ്യുന്നു. ഇൻഫിനിറ്റിസിമൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. Then the small work done or infinitesimally small work done by the force in displacing the particle through dx. dx എന്ന ചെറിയ ഡിസ്പ്ലേസ്മെന്റ് പാർട്ടിക്കിൾ ഉണ്ടാക്കാൻ ഫോഴ്സ് ചെയ്ത വർക്ക് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ദി ടോട്ടൽ വർക്ക് ഡൺ ദി ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി പാർട്ടിക്കിൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ എഫും എക്സും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ എഫ് വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ പൊസിഷനും
പാർട്ടിക്കിളുടെ പൊസിഷനുമായിട്ട് ഒരു ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫിൽ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ സെക്ഷന്റെ എക്സിന്റെ ആക്സിസിലുള്ള ഡി എക്സ് എന്ന് നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഒരു ചെറിയ ഭാഗം, ആ ഭാഗത്തും ഈ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് തമ്മിലുള്ള ചെറിയ ഏരിയ ആണല്ലോ എഫ് ഡി എക്സ്. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ. നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണോ അതുവരെയുള്ള മൊത്തം ഏരിയ കണ്ടാൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ വർക്ക് ഡൺ. സോ ടോട്ടൽ വർക്ക് ഷുഡ് ബി ദി ഏരിയ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ഇന്റഗ്രൽ ആയിട്ട് എഴുതാം. സോ ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ്. So this can be written as the definition of the work done. This is the most general definition of the work done. Work is equal to integral f dot dx. Integral f dot dx. എവിടെ മുതൽ എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കേണ്ടതാണ്. കാരണം എവിടെ മുതൽ എവിടെ വരെയാണ് ഈ പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോഴുള്ള വർക്കാണോ കാണേണ്ടത്. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദി വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് ദി പാർട്ടിക്കിൾ ഫ്രം എക്സ് ഇസ് ഈക്വൽ ടു 0 ടു എക്സ് ഇസ് ഈക്വൽ ടു 10, നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 ടു 10 എഫ് ഡോട്ട് ഡി എക്സ് എന്ന് എഴുതണം. ഇനി ഡോട്ട് പ്രോഡക്റ്റ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് കോസ് തീറ്റ ഡി എക്സ്. എന്താണ് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, രണ്ടും വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇത് വെറും കുത്തല്ല, ഇൻറ്റു അല്ല. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ ഡോട്ട് പ്രോഡക്റ്റ് ബിക്കോസ് എഫ് ആൻഡ് ഡി എക്സ് ആർ ബോത്ത് വെക്ടേഴ്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് കോസ് തീറ്റ ഡി എക്സ്. ഇവിടെ പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് ഇല്ല. ആ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ എഴുതി. എ ഡോട്ട് പി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ആണ് നമ്മൾ പഠിച്ചല്ലോ. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ദി വർക്ക്. W is equal to integral f of x dx. F കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ പുറത്തെടുക്കാം. എഫ് ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ്. അപ്പൊ എഫ് ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഇൻറ്റു അല്ല ഡോട്ട്, സോറി. എഫ് ഡോട്ട് ഇന്റഗ്രൽ ഡി എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി എക്സ് ഇസ് എക്സ്. സോ എഫ് ഡോട്ട് എക്സ്, എക്സ് ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ എഴുതാം. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, കോൺസ്റ്റന്റ് ഫോഴ്സ്. സോ ദിസ് ഈസ് ദി ജനറൽ ഡെഫിനിഷൻ ഫോർ വർക്ക്, വിച്ച് ഈസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ്. ബോത്ത് എഫ് ആൻഡ് ഡി എക്സ് ആർ വെക്ടേഴ്സ് ആൻഡ് ദ ഡോട്ട് സ്റ്റാൻഡ്സ് ഫോർ ദി ഡോട്ട് പ്രോഡക്റ്റ്. മാഗ്നിറ്റ്യൂഡ്, ആ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണെങ്കിൽ ഇറ്റ് ഈസ് എഫ് കോസ് തീറ്റ ഡി എക്സ്. ഇന്റഗ്രൽ എഫ് കോസ് തീറ്റ ഡി എക്സ്. ഓക്കെ. or theta is the angle between the force vector f and the displacement vector x അല്ലെങ്കിൽ dx. So work done by in displacing the particle from x equal to x1 to x equal to x. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. It is x1 to x2 integral f dot dx. x1 to x2 f dot dx. Another important concept is work done by a force in displacing a particle is given by the area under the force displacement graph. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം ആയിട്ടൊക്കെ ഏരിയ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചിട്ട് വർക്ക് ഡൺ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫ് തന്നിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിംഗ് എ പാർട്ടിക്കിൾ. ചുരുക്കി പറഞ്ഞാൽ വർക്ക് ഈസ് ദി ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അത്രയെങ്കിലും മനസ്സിലാക്കും. വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. അതിൽ നിന്ന് തന്നെ എഫ് ഡോട്ട് ഡി എക്സ് ആണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറ്റ് ഈസ് ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. Okay, work done by a force in displacing a particle is given by area under the force displacement. അതായത് ഒരു പിക്ചർ ആണ്. ഇത് ഫോഴ്സ് ആണ് ഈ y ആക്സിസിൽ. എക്സ് ആക്സിസിൽ വസ്തു മൂവ് ചെയ്യുന്ന ആളെ പൊസിഷൻ ആണ്. അപ്പൊ എക്സ് ഐ എന്ന ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും എക്സ് എഫ് എന്ന ഫൈനൽ പൊസിഷനിലേക്ക് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കാൻ ഈ ഫോഴ്സ് ചെയ്ത വർക്ക് കാണണമെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ കണ്ടാൽ മതി. ആ ഏരിയ എങ്ങനെ കാണൽ പ്രയാസമാണ്, കാരണം ഇത് സ്ട്രേറ്റ് ലൈൻസ് ഒന്നുമല്ല. അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ 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 ഏരിയക്ക് ഓരോന്നും കണ്ട് സം ചെയ്യണം. അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഈ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഈ ഫംഗ്ഷനെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ഏത് മുതൽ ഏതുവരെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം? എക്സ് ഐ മുതൽ എക്സ് എഫ് വരെ. ഈ ഷെയ്ഡഡ് ഏരിയ ആണ്. ആ ഷെയ്ഡഡ് ഏരിയന്റെ ഇക്വേഷൻ ആണ് എഴുതി. എക്സ് ഐ ടു, ഇവിടെ എക്സ് വൺ ടു എക്സ് ടു എന്നാണ്. ആക്ച്വലി ഇറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ഏരിയ. ഈ ഏരിയ കിട്ടണമെങ്കിൽ കാണേണ്ടത് ഇറ്റ് ഈസ് ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇത്രയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഉപയോഗിച്ചേ പറ്റൂ.
അപ്പോൾ ഇതും നോട്ട് ചെയ്യുക. ഇന്ന് ഇത്രയും മതി. ബാക്കിയുള്ള ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കുറച്ച് ചെയ്യാനുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്തു. അതിൻ്റെ വേരിയബിൾ ഫോഴ്സിനുള്ള മോസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പിന്നെ പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫ് ചെയ്യണം. പ്രൂഫ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇൻ്റഗ്രേഷനിലൂടെ അങ്ങനെ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് തിരിച്ചും ചെയ്യാം. ടെക്സ്റ്റിലുള്ള മെത്തേഡ് ഒരു രീതിയുണ്ട്. ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അതിനൊരു ഒരു വെക്ടർ ഐഡന്റിറ്റി വേണം. അത് പറഞ്ഞു തന്നിട്ട് അത് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും. വർക്ക് എനർജി തിയറത്തിന്റെ ജനറൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസാണ്, വൺ ഡയമെൻഷന്റെ കേസാണ് പഠിച്ചത്. അതൊന്നും ഇല്ലാതെ ജനറൽ ആയിട്ട് ഇൻ എനി ഡയമെൻഷൻ ഇൻ എനി ഫോഴ്സ് അത് പ്രൂവ് ചെയ്യണം, വർക്ക് എനർജി തിയറം. അതോടൊപ്പം കുറച്ച് പ്രോബ്ലംസും ചെയ്യണം. That we will do in the next session. So let me wind up for the time being. Okay, thank you. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇൻ്റഗ്രേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഈ വർക്ക് എന്നുള്ള കൺസെപ്റ്റും ഇതോടനുബന്ധിച്ച് ഇനി വരാൻ പോകുന്ന കൺസർവേറ്റീവ് ഫോഴ്സ്, പൊട്ടൻഷ്യൽ എനർജി, ആ കൺസെപ്റ്റുകളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ഫിസിക്സ് തുടർന്ന് പഠിക്കുമ്പോഴും മറ്റ് മേഖലയിൽ പഠിക്കുമ്പോഴും ഒക്കെ അത് വളരെയധികം കടന്നു വരും, വർക്കും എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ. So these are the foundations, so you should be thorough in it. Okay, thank you.